യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് മറ്റൊന്ന് തുടങ്ങുന്നു. ആകാശത്ത് ഡ്രോണുകൾ, കടലിൽ വിമാനവാഹിനി കപ്പലുകൾ, ബഹിരാകാശത്ത് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, കമ്പ്യൂട്ടർ ശൃംഖലകളിൽ സൈബർ ആക്രമണങ്ങൾ. ലോകമിനി പഴയ യുദ്ധങ്ങളുടെ കാലത്തല്ല. ഒരു രാജ്യം ഒരേ സമയം നിരവധി മുന്നണികളിൽ പോരാടേണ്ടി വരുന്ന പുതിയ സുരക്ഷാ യാഥാർത്ഥ്യത്തിലേക്കാണ് ഭൂമിശാസ്ത്ര രാഷ്ട്രീയം നീങ്ങുന്നത്. ഈ പുതിയ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സ്വീകരിച്ച ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ് ചരിത്രത്തിലെ റെക്കോർഡ് പ്രതിരോധ ബജറ്റ്. 1.15 ട്രില്യൺ ഡോളറിന്റെ പ്രതിരോധ ബിൽ അമേരിക്കൻ പ്രതിനിധി സഭ പാസാക്കിയതോടെ അമേരിക്ക ഇനി ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നില്ല എന്നും ചൈന, റഷ്യ, ഇറാൻ എന്നിവരിൽ നിന്ന് ഒരേ സമയം ഉയരുന്ന വെല്ലുവിളികളെ നേരിടാൻ സൈനിക ശക്തിയെ പൂർണ്ണമായും പുനർനിർമ്മിക്കുകയാണെന്നും വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അധോസഭയായ പ്രതിനിധി സഭയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട്സ് പാസാക്കിയത്. ഏകദേശം 1.15 ട്രില്യൺ ഡോളർ ചെലവ് നിർദ്ദേശിക്കുന്ന ഈ ബിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ചെലവായി മാറുകയാണ്. സെനറ്റിന്റെ അംഗീകാരവും പ്രസിഡന്റിന്റെ ഒപ്പും ലഭിച്ചാലേ ഇത് നിയമമാകും. എന്നിരുന്നാലും നിലവിലെ ആഗോള സുരക്ഷാ സാഹചര്യത്തിൽ പ്രതിരോധ ചെലവ് ഗണ്യമായി ഉയർത്തണമെന്ന കാര്യത്തിൽ അമേരിക്കയിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നുവെന്ന സൂചനയാണ് ഈ ബില്ല് നൽകുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ പ്രധാന സൈനിക ശ്രദ്ധ ഭീകരവിരുദ്ധ യുദ്ധങ്ങളിലായിരുന്നു. അഫ്ഗാനിസ്ഥാനും ഇറാഖും അമേരിക്കൻ സൈനിക ആസൂത്രണത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ തന്ത്രം ഇനി ഭീകര സംഘടനകളെ മാത്രം ലക്ഷ്യമിടുന്നില്ല, മറിച്ച് ലോകത്തെ വലിയ സൈനിക ശക്തികളായ ചൈന, റഷ്യ, ഇറാൻ എന്നിവരുമായി ഒരേ സമയം മത്സരം നടത്താനും ആവശ്യമെങ്കിൽ ഏറ്റുമുട്ടാനും കഴിയുന്ന സൈനിക ശേഷി വികസിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ഈ പുതിയ പ്രതിരോധ സമീപനത്തിന്റെ കേന്ദ്രബിന്ദു ചൈനയാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ വർഷങ്ങളായി ചൈനയെ പേസിംഗ് ചലഞ്ച് അഥവാ അമേരിക്കയുടെ സൈനിക ആസൂത്രണത്തിന്റെ വേഗം നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന നിലയിലാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സേനകളിൽ ഒന്നായി വളർന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുകയും കൃത്രിമ ബുദ്ധി, സൈബർ യുദ്ധം, ബഹിരാകാശ സൈനികവൽക്കരണം എന്നിവയിൽ വൻ നിക്ഷേപം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക സമ്മർദ്ദവും ചൈന തുടർച്ചയായി വർദ്ധിപ്പിക്കുകയാണ്. ഇതിന് മറുപടിയായി അമേരിക്കയും സ്വന്തം സൈനിക നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, പുതിയ തലമുറ അന്തർവാഹിനികൾ, 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധവാഹനങ്ങൾ, AI അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ, ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുകയാണ് ലക്ഷ്യം. കൂടാതെ ക്വാഡ്, ഓക്കസ് തുടങ്ങിയ സഖ്യങ്ങളിലൂടെ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം യൂറോപ്പിലെ റഷ്യ യുക്രൈൻ യുദ്ധം അമേരിക്കയുടെ പ്രതിരോധ ചെലവ് കുത്തനെ ഉയരാൻ കാരണമായ പ്രധാന ഘടകമാണ്. 2022 മുതൽ അമേരിക്ക യുക്രൈന് ആയിരക്കണക്കിന് കോടികളുടെ സൈനിക സഹായമാണ് നൽകിയിരുന്നത്. മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ, ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയുടെ വൻ ശേഖരം യുക്രൈനിലേക്ക് അയച്ചതോടെ സ്വന്തം സൈനിക ശേഖരം പുനർനിർമ്മിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്കുണ്ടായി. അതിനാൽ ആയുധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. പശ്ചിമേഷ്യയിലെ അസ്ഥിരാവസ്ഥയും അമേരിക്കയുടെ പ്രതിരോധ നയത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനകളുടെ ആക്രമണങ്ങൾ, ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എന്നിവ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാക്കി. കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആയിരക്കണക്കിന് സൈനികർ എന്നിവ ഇതിനകം തന്നെ മേഖലയിലേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരേ സമയം യൂറോപ്പ്, പശ്ചിമേഷ്യ, ഇന്തോ പസഫിക് മേഖലകൾ എന്നിവിടങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യം നിലനിർത്തേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒന്നിലധികം യുദ്ധമുന്നണികളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന സൈനിക ഘടനയാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ പുതിയ പ്രതിരോധ ബജറ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത പരമ്പരാഗത യുദ്ധങ്ങളിൽ നിന്ന് സാങ്കേതിക യുദ്ധങ്ങളിലേക്കുള്ള മാറ്റം തന്നെയാണ്. ടാങ്കുകളും യുദ്ധവിമാനങ്ങളും മാത്രം യുദ്ധവിജയം ഉറപ്പാക്കുന്ന കാലം അവസാനിക്കുകയാണെന്ന് യുക്രൈൻ യുദ്ധം തെളിയിച്ചു. താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ, കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ടാങ്കുകളും കവചവാഹനങ്ങളും നശിപ്പിക്കുന്ന കാഴ്ച ലോകം കണ്ടു. അതിനാൽ സ്വയംഭരണ ഡ്രോണുകൾ, കൃത്രിമ ബുദ്ധി, ഇലക്ട്രോണിക് യുദ്ധം, സൈബർ സുരക്ഷ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ബഹിരാകാശ നിരീക്ഷണം തുടങ്ങിയ മേഖലകളിലാണ് അമേരിക്ക കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. ഇത് വെറും ആയുധങ്ങൾ വാങ്ങാനുള്ള ബജറ്റ് അല്ല എന്നും അമേരിക്കൻ സൈന്യത്തെ അടുത്ത തലമുറ യുദ്ധങ്ങൾക്ക് അനുയോജ്യമാക്കാനുള്ള പദ്ധതിയാണെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ മനുഷ്യ സൈനികരെക്കാൾ കൂടുതൽ കൃത്രിമ ബുദ്ധി നിയന്ത്രിക്കുന്ന ഡ്രോണുകളും റോബോട്ടിക് സംവിധാനങ്ങളും ഡാറ്റ ശൃംഖലകളും നിർണ്ണയിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് അമേരിക്കയുടെ പുതിയ പ്രതിരോധ നയത്തിന് പിന്നിലുള്ളത്. അതേസമയം ഈ ബില്ല് രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലുകളിൽ കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ ട്രംപ് ഭരണകൂടം കൂടുതൽ ഇടപെടുകയാണെന്ന ആരോപണവുമായി നിരവധി ഡെമോക്രാറ്റിക് അംഗങ്ങൾ രംഗത്തെത്തി. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കുമ്പോഴും
യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങളിൽ കൂടുതൽ പാർലമെന്ററി മേൽനോട്ടം വേണമെന്നാണ് അവരുടെ നിലപാട്. ലോകവ്യാപകമായ പ്രതിരോധ ചെലവുകളുടെ വർധനവിന്റെ ഭാഗമായും അമേരിക്കയുടെ ഈ നീക്കത്തെ കാണുന്നുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആഗോള സൈനിക ചെലവ് തുടർച്ചയായി റെക്കോർഡ് ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. റഷ്യയുടെ അധിനിവേശത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചു. ചൈനയുടെ വളരുന്ന സൈനിക ശക്തിയെ നേരിടാൻ ഏഷ്യൻ രാജ്യങ്ങളും പ്രതിരോധ നിക്ഷേപം കൂട്ടി. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളും മേഖലയിലെ അസ്ഥിരത കണക്കിലെടുത്ത് സായുധ സേനയെ നവീകരിക്കുകയാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ സംഭവ വികാസങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ വർദ്ധിച്ച സൈനിക ശ്രദ്ധ ചൈനയുടെ സ്വാധീനം സന്തുലിതമാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രവുമായി ഒത്തുചേരുന്നതാണ്. ക്വാഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ കൂട്ടായ്മകളിലൂടെയും സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൂടെയും പ്രതിരോധ സാങ്കേതിക സഹകരണത്തിലൂടെയും ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ പ്രതിരോധ നയം ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ പരോക്ഷമായി സ്വാധീനിക്കും. അവസാനമായി നോക്കുമ്പോൾ അമേരിക്കയുടെ 1.15 ട്രില്യൺ ഡോളറിന്റെ പ്രതിരോധ ബജറ്റ് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല. ലോകം പുതിയൊരു തന്ത്രപരമായ മത്സര യുഗത്തിലേക്ക് കടന്നുവന്ന അമേരിക്കയുടെ ഔദ്യോഗിക പ്രഖ്യാപനമാണത്. തായ്വാൻ മുതൽ ദക്ഷിണ ചൈന കടൽ വരെ, യുക്രൈൻ മുതൽ പേർഷ്യൻ ഗൾഫ് വരെ ഒരേ സമയം ഒന്നിലധികം പ്രതിസന്ധികൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ലോകത്തിലാണ് അമേരിക്ക ഇനി സ്വന്തം സൈനിക ശക്തിയെ പുനർനിർമ്മിക്കുന്നത്. ഭാവിയിലെ യുദ്ധങ്ങൾ വെറും അതിർത്തികളിൽ മാത്രമല്ല, ആകാശത്തും ബഹിരാകാശത്തും സൈബർ ലോകത്തും കൃത്രിമ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ നടക്കുമെന്ന തിരിച്ചറിവാണ് ഈ റെക്കോർഡ് പ്രതിരോധ ബജറ്റിന് പിന്നിലെ ഏറ്റവും വലിയ സന്ദേശം.